ആക്ച്വലി എസ് യു ഈസ് നോട്ട് ഡെഡ്, ഇറ്റ് ഈസ് ഇവോൾവിങ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മൾ ഇനിഷ്യൽ സ്റ്റേജിൽ എസ് യു സ്റ്റാർട്ട് ചെയ്യണ ഏറ്റവും നല്ലൊരു പ്രോസസ്സാണ്. പ്രീവിയസ്ലി ഗൂഗിൾ എപ്പോഴും എടുത്തുകൊണ്ടിരുന്നത് കുറേ ഡമ്മി കണ്ടൻസ് അല്ലെങ്കിൽ ഡമ്മി ആയിട്ടുള്ള, പക്ഷേ ഇപ്പോൾ ഗൂഗിളിൻ്റെ അൽഗോരിതം അനുസരിച്ചിട്ട് ഗൂഗിളിന് എപ്പോഴും സ്പാം കണ്ടന്റ് അനലൈസ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. ഇപ്പോൾ മാക്സിമം നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ നിന്ന് ജെന്യുവൻ റിവ്യൂസ് വാങ്ങിയിട്ട് അത് പുഷ് ചെയ്യണം എപ്പോഴും നല്ലതാണ്. നമ്മുടെ ബിസിനസ്സിൻ്റെ ട്രസ്റ്റ് വർദ്ധിക്കും. അതുപോലെ തന്നെ ഗൂഗിൾ നമ്മുടെ ബിസിനസ്സിനെ കുറച്ചും കൂടി റാങ്കിങ് എബവ് ആക്കാനുള്ള ചാൻസ് ഉണ്ട്. ആക്ച്വലി കീവേഡിന് ഇമ്പോർട്ടൻസ് ഇപ്പോഴും കുറഞ്ഞിട്ടില്ല. 2-3 ഇയേഴ്സ് മുന്നേ നമ്മൾ കൂടുതൽ കൺസിഡർ ചെയ്തിരുന്നത് കുറേ കീവേഡ് സ്റ്റഫിങ് അതുപോലെ തന്നെ ഡമ്മി കണ്ടൻസിനായിരുന്നു. പക്ഷേ ഇപ്പോൾ കറണ്ട് സെനാരിയോയിൽ നമ്മൾ നോക്കുമ്പോൾ ഗൂഗിളിന് വേണ്ടത് ഏറ്റവും ട്രസ്റ്റ് കൂടുതലുള്ള കാര്യമാണ്. ഇപ്പോൾ നമ്മൾ കറൻ്റ്ലി SEOയിൽ വന്നിട്ടുള്ള ഒരു ട്രെൻഡ് ആയിരിക്കും EEAT എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഒരുപാട് AI മോഡൽസ് വന്നിട്ടുണ്ടല്ലോ, ലൈക്ക് ChatGPT, പെർപ്ലെക്സിറ്റി, ക്ലോഡ്. അപ്പം അതിൻ്റെ ഒരു എവല്യൂഷനിൽ നിന്ന് SEO ഡെഡായി എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പം ഇസാനയുടെ ഒരു ഒപ്പീനിയൻ എന്താണ് അതിനെക്കുറിച്ച്? ആക്ച്വലി SEO ഈസ് നോട്ട് ഡെഡ്, ഇറ്റ് ഈസ് ഇവോൾവിങ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഈ ഫോൺസ് തന്നെ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ ആ ഒരു ടൈമിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കീപാഡ് ഫോൺസ് കണ്ടിട്ടുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഫോൺസിൽ ഒരുപാട് വേരിയേഷൻസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഐഫോൺസ് വന്നു. അങ്ങനെ അതുപോലെ തന്നെ ഇപ്പോൾ ലാപ്ടോപ്സ് എടുത്താലും നമ്മുടെ എല്ലാ കാര്യങ്ങളും ഓരോ ചെറിയ കാര്യങ്ങൾ വരെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ ഒരുപാട് വേരിയേഷൻസ് വന്നു. അത് ടെക്നോളജി ഇവോൾവ് ആയതാണ്. അതുപോലെ തന്നെ നമ്മുടെ SEOയുടെ കാര്യത്തിൽ വരുവാണെങ്കിൽ SEOയുടെ കേസിൽ സെർച്ചസ് ഡിഫറെൻ്റ് ആയതാണ്. ഇപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിപ്പോൾ SEOയിൽ ആദ്യം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഗൂഗിൾ സെർച്ച് മാത്രമാണ്. ഇപ്പം അതിൽ നിന്ന് മാറി AI സെർച്ച് അങ്ങനെയുള്ള സെർച്ചസ് മാറി. അത് ആക്ച്വലി SEO ഡെഡ് ആയെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് SEO ഈസ് ഇവോൾവിങ്, നോട്ട് ഡെഡ്. മോസ്റ്റ് ഓഫ് ദ ബിസിനസ് പെയ്ഡ് ആഡ്സ് ആണ് ചൂസ് ചെയ്യുന്നത്. അപ്പം ആസ് ആൻ SEO അനലിസ്റ്റ് നിങ്ങൾ SEO എന്തുകൊണ്ടാണ് സജസ്റ്റ് ചെയ്യുന്നത്? ആക്ച്വലി SEO പെയ്ഡ് ആഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടും അറ്റ് ദ സെയിം ടൈം ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുവാണെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ ഞാനൊരു ഷോപ്പ് ഫുൾ എമൗണ്ട് കൊടുത്ത് വാങ്ങി. പിന്നെ ആ ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വന്തം, അതെൻ്റെ ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഞാൻ ഒരു റെൻറ്റിനൊരു ഷോപ്പ് വാങ്ങി. പക്ഷേ ആ ഒരു എമൗണ്ട് എനിക്കിപ്പോൾ ഒരു 1 മന്തിൽ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അപ്പോൾ പിന്നെ എനിക്ക് ആ ഷോപ്പിൽ എനിക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അതിൻ്റെ ഓണർ പറയും പറ്റില്ല എന്നുള്ള രീതിക്ക് നിൽക്കും. അതുപോലെ തന്നെയാണ് SEOയും പെയ്ഡ് ആഡ്സും വർക്ക് ചെയ്യണത്. കാരണം പെയ്ഡ് ആഡ്സിൻ്റെ കേസിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതനുസരിച്ചിട്ട് നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടുന്നു. പക്ഷേ നമുക്ക് SEOയുടെ കേസിൽ നമ്മളൊരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് അതിനെ കാണുന്നത്. നമുക്ക് SEOയിൽ റിസൾട്ട്സ് വന്നത് ഇപ്പോൾ 6 മന്ത് കഴിഞ്ഞിട്ടായിരിക്കും, ചിലപ്പോൾ 3 to 6 മന്തിൽ വരും, ചിലപ്പോൾ 1 ഇയർ എടുക്കും. പക്ഷേ അതൊരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ആയിട്ടാണ് നമ്മളെപ്പോഴും അതിനെ കൺസിഡർ ചെയ്യാറ്. കാരണം അതിൽ റിസൾട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓർഗാനിക്കലി നമുക്ക് ലീഡ്സ് വരും, റാങ്കിങ് ഇമ്പ്രൂവ് ആവും, അങ്ങനെയുള്ള കാര്യങ്ങൾ അതിൽ നടക്കുന്നുണ്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ പെയ്ഡ് ആഡ്സിലാണെങ്കിൽ അത് ഷോർട്ട് ടൈമിൽ വന്നത്, SEOയിൽ അത് ലോങ് ടൈമിലായിരിക്കും. പെയ്ഡ് ആഡ്സ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ റിസൾട്ട് നമുക്ക് കിട്ടില്ല. പക്ഷേ SEOയുടെ കേസിൽ അതിന് റിസൾട്ട്സ് വന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ബൂസ്റ്റ് ചെയ്യണില്ലെങ്കിൽ പോലും നമുക്കതിന് നല്ലൊരു റിസൾട്ട് വന്നുകൊണ്ടിരിക്കും. അതാണ് അതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയും. മോസ്റ്റ് ഓഫ് ദ ക്ലയൻസ് നമ്മൾ പിച്ച് ചെയ്യുന്ന സമയത്ത് അവരുടെ ഒരു മെയിൻ കൺസേൺ ആണ് ഇപ്പം 1 വീക്കോ അല്ലെങ്കിൽ 1 മന്ത് കൊണ്ട് തന്നെ SEOയിൽ നമുക്ക് റാങ്കിങ് വേണം, അതുപോലെ ലീഡും ജനറേറ്റ് ചെയ്യുന്നതെന്നുള്ള ഒരു കൺസേൺ അവർ പറയും. അപ്പം അത് നമുക്ക് എത്രത്തോളം പോസിബിൾ ആണ് SEO ത്രൂ? ആക്ച്വലി SEO ത്രൂ അത് ഈ 1 മന്ത് അല്ലെങ്കിൽ 1 വീക്ക് നമ്മൾ ക്ലയൻസിനെ മാക്സിമം അതിൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക ചെയ്യുന്നത്. കാരണം SEO എന്ന് പറയുന്നത് എപ്പോഴും SEOയുടെ ഒരു ഫുൾ ഫോം അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും SEOയുടെ കേസിൽ പറയുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ലോങ് ടൈം പ്രോസസ്സ് എന്നുള്ള രീതിക്കാണ് നമ്മളെപ്പോഴും SEOനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ആക്ച്വലി SEOയുടെ കേസിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു SEO വർക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ മിനിമം ഒരു 3 മന്ത് നമ്മൾ വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. ചിലപ്പോൾ നമുക്ക് 1 മന്തിൽ റിസൾട്ട് ഉണ്ടാവാതിരിക്കാം. അത് ഡ്യൂ ടു കോമ്പറ്റീഷൻ പോലെ ഇരിക്കും. നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിന് എത്രത്തോളം അവർ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോമ്പറ്റീറ്റേഴ്സിൻ്റെ ഒരു രീതിക്കായിരിക്കും അത് വർക്ക് ചെയ്യണത്. പക്ഷേ നമ്മളൊരു വന്ന ക്ലയൻറ്റ് അവർക്ക് അപ്പം തന്നെ റിസൾട്ട് വന്നു എന്ന് പറയുമ്പോൾ മാക്സിമം നമ്മൾ അവരുടെ അടുത്ത് ഒരു 6 മന്ത് അല്ലെങ്കിൽ 3 to 6 മന്ത് വെയിറ്റ് ചെയ്യണം എന്നുള്ള രീതിക്ക് തന്നെയാണ് അത് പറയാറുള്ളത്. കാരണം നമുക്കതിന് ഒരു 100% ഗ്യാരണ്ടി ആയിട്ട് നമുക്ക് ഒരിക്കലും
ഒരിക്കലും ഈ ഒരു 1 വീക്കിൽ അല്ലെങ്കിൽ 1 മന്തിൽ നമുക്ക് റിസൾട്ട് വരുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതിന് ആദ്യം നമ്മൾക്ക് വെബ്സൈറ്റ് സെറ്റ് ചെയ്യണം, പിന്നെ അതുപോലെ ലോക്കൽ SEO, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ബാക്കെൻഡിൽ വർക്ക് ചെയ്യേണ്ട. അപ്പോൾ അതൊക്കെ സെറ്റായാൽ മാത്രമേ നമുക്ക് ഇതിനൊരു റാങ്കിങ്ങിലേക്ക് അല്ലെങ്കിൽ ലീഡ് ജനറേഷനിലേക്ക് നമുക്ക് ഓർഗാനിക്കലി സെറ്റ് ആക്കാൻ പറ്റുള്ളൂ. ഇപ്പം SEO എന്ന ടൈം മാറിയല്ലോ, ഇപ്പം AEO GEO അങ്ങനത്തെ ടൈമിലോട്ട് മാറിയല്ലോ. അപ്പം SEO എൻറ്റയർലി ചേഞ്ച് ആയിട്ടുണ്ടോ അതോ സെർച്ചിൽ വന്ന ചേഞ്ചസ് ആണോ? അതിൻ്റെ ഒരു അഭിപ്രായം പറയാം. അത് ആക്ച്വലി ഇപ്പം നമുക്കത് സെർച്ചിൽ വന്ന ചേഞ്ചസ് ആണ്. കാരണം ഇപ്പോൾ SEO എന്ന് പറയുമ്പോൾ സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ എന്ന ടീം നമ്മൾ പ്രീവിയസ്ലി യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഗൂഗിൾ സെർച്ചിന് മാത്രമായിട്ടാണ്. അതിപ്പോൾ കറൻ്റ്ലി നമ്മളിപ്പോൾ SEOയുടെ എൻ്റെ റിവോൾവിങ്ങിൻ്റെ ഭാഗമായിട്ട് അതിപ്പോൾ AEO ആൻസർ എൻജിൻ ഒപ്റ്റിമൈസേഷൻ. അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ ഗൂഗിളിൽ നമുക്ക് തന്നെ മനസ്സിലാവും, നമ്മളിപ്പോൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ആൻസേഴ്സ് നമുക്ക് കിട്ടുന്ന രീതിക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ജനറേറ്റീവ് എൻജിൻ ഒപ്റ്റിമൈസേഷൻ, അത് GEO എന്ന് പറയുമ്പോൾ അത് നമുക്കിപ്പോൾ ഏത് LLM പ്ലാറ്റ്ഫോംസ് ലൈക്ക് ChatGPT, അതുപോലെ തന്നെ പെർപ്ലെക്സിറ്റി, ഏത് LLM പ്ലാറ്റ്ഫോംസ് ആയിക്കോട്ടെ, പ്ലാറ്റ്ഫോംസ് ആയിക്കോട്ടെ, അതിൽ നമുക്ക് സെർച്ചസ് വരുന്നുണ്ട്. അത് നമുക്കിപ്പോൾ അത് യൂസേഴ്സിൻ്റെ സെർച്ച് മാറിയതാണ്. ആക്ച്വലി അതിൽ വന്ന ബേസിക്സ് ആയിക്കോട്ടെ എൻ്റെയർ എല്ലാ പ്രൊസീജിയേഴ്സും SEOയിൽ തന്നെയാണ് വരുന്നത്. അതിന് ആക്ച്വലി ഓരോ സെർച്ചിൻ്റെ ക്വറീസും സെർച്ച് ചെയ്യണ പ്ലാറ്റ്ഫോംസ് മാറുന്നതനുസരിച്ചിട്ട് വന്നിട്ടുള്ള ചേഞ്ചസ് ആണത്. അല്ലാണ്ട് ഓവറോൾ SEOക്ക് യാതൊരുവിധ ചേഞ്ചസോ അല്ലെങ്കിൽ എൻ്റെയർലി SEO ഡെഡ് ആവുമോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമല്ല. അത് ആക്ച്വലി വന്ന സെർച്ചിൽ വന്ന ചേഞ്ചസ് ആണ് അത്. ഗൂഗിൾ ഇപ്പം AI ഓവർവ്യൂ, AI മോഡൊക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പം അത് വന്നതിന് ശേഷം നമ്മുടെ വെബ്സൈറ്റിലുള്ള ക്ലിക്സിൻ്റെ റേഷ്യോ നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട് അതിനെ. അപ്പം അതിൽ നിന്ന് 0 ക്ലിക്ക് അങ്ങനെ രീതിയിലൊരു ടേം വന്നിട്ടുണ്ട്. അപ്പം അതൊന്ന് എന്തോന്നൊന്ന് ഡിഫൈൻ ചെയ്യാമോ? ആക്ച്വലി 0 ക്ലിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് കറൻ്റ്ലി ഇപ്പോൾ ഒരാൾ വന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഗൂഗിളിൽ സെർച്ച് ചെയ്തതിന് അപ്പം തന്നെ നമുക്ക് കുറേ റിസൾട്ട് കാണാൻ പറ്റും. അതിൽ ആക്ച്വലി അവർക്ക് വേണ്ട ആൻസേഴ്സ് അതിൽ ഡയറക്റ്റ്ലി അവർ ലിസ്റ്റ് ചെയ്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആൾക്കാർക്ക് അത് വെബ്സൈറ്റിലേക്ക് പോയി ചെക്ക് ചെയ്യേണ്ട ഒരു അല്ലെങ്കിൽ യൂസേഴ്സിന് പോയിട്ട് ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം അവിടെ വരുന്നില്ല. അപ്പം അതുകൊണ്ടാണ് നമുക്കിപ്പോൾ വെബ്സൈറ്റിൽ ഇപ്പോൾ 100 ഉണ്ടായിരുന്ന ക്ലിക്സ് ഇപ്പോൾ 50 ഒതുങ്ങിപ്പോണത്. അതുകൊണ്ട് ഇതിപ്പോൾ റീസെൻ്റ്ലി ഒരുപാട് ക്ലയൻസ് അതൊരു ഇഷ്യൂ ആയിട്ട് നമ്മുടെ അടുത്ത് പറയാറുണ്ട്. അതായത് നമുക്ക് ഇതിന് മുന്നേ ഇപ്പോൾ പ്രീവിയസ് ഇയർലി ഉള്ളത് ചെക്ക് ചെയ്യുവാണെങ്കിൽ പ്രീവിയസ് ഇയർ നമുക്ക് 500 ഉണ്ടായിരുന്നത് ഇപ്പോൾ നമുക്കതൊരു 250 ആയിരിക്കും വന്നത്. പക്ഷെ അവിടെ നമ്മുടെ ബ്രാൻഡ് മെൻഷൻസ്, അതായത് നമുക്ക് ഇംപ്രഷൻസ് നോക്കിയിട്ടുണ്ടെങ്കിൽ, ഇംപ്രഷൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ റീച്ച് അത് നമുക്ക് നല്ല രീതിക്ക് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അത് നോക്കുമ്പോൾ നമ്മുടെ ബ്രാൻഡിങ് അവിടെ ഇമ്പ്രൂവ് ആവുന്നുണ്ട്. കാരണം ഈ 0 ക്ലിക്ക് അതുപോലെയുള്ള പിന്നെ സൈറ്റേഷൻസ്, ഇപ്പോൾ AI സൈറ്റേഷൻ ഒക്കെ വന്നത് മൂലം നമ്മുടെ വെബ്സൈറ്റിൽ എൻ്റയർലി നമ്മുടെ വെബ്സൈറ്റ് ഓരോ സ്ഥലങ്ങളിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്, ആൾക്കാരത് വ്യൂ ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ വെബ്സൈറ്റിലേക്കുള്ള ക്ലിക്സ് ആണ് അവിടെ ഡിക്രീസ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബ്രാൻഡ് മെൻഷൻസ് ഓൾറെഡി അതുപോലെ തന്നെ ബ്രാൻഡിങ്ങും അവിടെ ഇമ്പ്രൂവ് ആവുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു കറണ്ട് സെനാരിയോയിൽ നമുക്ക് ആക്ച്വലി ക്ലിക്സിനേലും നമ്മളിപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇംപ്രഷൻസിനും റീച്ചസിനും വേണ്ടി മാത്രമാണ്. ഇപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, അപ്പം അവർക്കാണ് നിങ്ങൾ SEO സജസ്റ്റ് ചെയ്യുമോ? ആക്ച്വലി നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ SEO സ്റ്റാർട്ട് ചെയ്യണ ഏറ്റവും നല്ലൊരു പ്രോസസ്സാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ SEOക്ക് മിനിമം എടുക്കുന്ന ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3 to 6 months എന്നുള്ളൊരു ടൈം പീരീഡാണ്. അപ്പോൾ നമ്മൾ ഇനിഷ്യലി നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഇത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് കസ്റ്റമേഴ്സ് വന്ന് തുടങ്ങണ ആ ഒരു ടൈം കഴിഞ്ഞ് കുറച്ചൊരു 3 to 6 months ഒക്കെ ആകുമ്പോഴേക്കും നമുക്കതിൽ ഓർഗാനിക്കലി നമുക്ക് ഡിജിറ്റലി ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരാനായിട്ട് നമുക്ക് പറ്റും. കാരണം നമുക്കിപ്പോൾ SEOയിൽ തന്നെ ലോക്കൽ SEO പോലെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് സ്റ്റോഴ്സിലേക്ക് നിയർ ബൈ ഉള്ള എല്ലാവർക്കും അത് ആക്സസ് ചെയ്യുന്ന രീതിക്കും, പിന്നെ അതുപോലെ തന്നെ വെബ്സൈറ്റിൽ നമ്മൾ SEO ചെയ്യണത് ത്രൂ അതിൽ മൊത്തം എൻ്റയർലി നമുക്കൊരു ഡിജിറ്റലി നമ്മുടെ ബിസിനസ്സിനെ ഒന്ന് നമുക്ക് പുഷ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു 3 to 6 months നമുക്ക് നമ്മുടെ ബിസിനസ്സിന് അത്യാവശ്യം നല്ലൊരു ഓർഗാനിക് ലീഡ് അല്ലെങ്കിൽ റാങ്കിങ് കൊണ്ടുവരുന്ന രീതിയിലേക്ക് നമുക്ക് മാറ്റാനായിട്ട് പറ്റും. പക്ഷേ എനിക്ക് തോന്നുന്നത് നോർമലി നമ്മുടെ ഇവിടെയുള്ള എല്ലാവരും ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 5 years ഒക്കെ കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യണം. പക്ഷേ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വെക്കണതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ SEO ആണെങ്കിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം അതൊരു 6 months ഒക്കെ കഴിയുമ്പോൾ നമുക്ക് തന്നെ അതിൻ്റെ ഒരു യൂസ് കിട്ടും. കാരണം നമുക്ക് ഓർഗാനിക്കലി അത്യാവശ്യം നമ്മുടെ ബിസിനസ് സെറ്റ് ആവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലായിരുന്നോ, ലാർജ് ബിസിനസ്സിനാണെങ്കിലും
സ്മോൾ ബിസിനസ്സിനാണെങ്കിലും ലോക്കൽ എസ് നല്ലപോലെ ഹെൽപ്ഫുൾ ആണ്. അപ്പം അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് പറയാമോ? ആക്ച്വലി ഇപ്പോൾ നമ്മൾ ലോക്കൽ ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കിപ്പോൾ സ്മോൾ ബിസിനസ്സിൻ്റെ കേസ് എടുക്കുവാണെങ്കിൽ നമുക്കിപ്പോൾ അവർക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ചിലപ്പോൾ അവർക്ക് SEO അല്ലെങ്കിൽ വേറെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വേറെ ഒന്നും ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ ആ ഒരു ടൈമിൽ ലോക്കൽ SEO എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോക്കൽ SEOയിൽ നമ്മൾ മെയിനായിട്ട് ഗൂഗിൾ മൈ ബിസിനസ് അല്ലെങ്കിൽ GMB പ്രൊഫൈൽ കൺസിഡർ ചെയ്യാറുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം നമുക്ക് മെയിനായിട്ട് തന്നെ കസ്റ്റമേഴ്സിന് ഇപ്പം നമ്മൾ കൂടുതൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇപ്പം എനിക്കൊരു എനിക്കൊരു ഇൻറ്റീരിയർ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഡിസൈനേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കൂടുതൽ സെർച്ച് ചെയ്യുന്നത് ബെസ്റ്റ് ഇൻറ്റീരിയേഴ്സ് ഡിസൈനേഴ്സ് നിയർ മീ അല്ലെങ്കിൽ ഇൻറ്റീരിയർ ഡിസൈനേഴ്സ് ഇൻ മൈ ലൊക്കേഷൻ വെച്ചിട്ടായിരിക്കും ഞാൻ സെർച്ച് ചെയ്യണത്. അപ്പോൾ കൂടുതൽ നമുക്ക് GMB ലിസ്റ്റ് ചെയ്തേക്കണ ബിസിനസ്സസ് ആയിരിക്കും കൂടുതൽ കാണിക്കണത്. അപ്പോൾ അതിൻ്റെ ഒരു യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ GMBയിൽ നമ്മുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ നല്ല രീതിക്ക് അത് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിയർ ബൈ ഉള്ള എല്ലാ കസ്റ്റമേഴ്സിലേക്കും അത് അവർക്ക് ഏറ്റവും ആക്സസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ChatGPT പോലുള്ള LLM പ്ലാറ്റ്ഫോംസ് ഫസ്റ്റ് ഓഫ് ഓൾ അവരുടെ അടുത്ത് വന്ന ഒരു യൂസർ ചോദിക്കുവാണ് എനിക്ക് ബെസ്റ്റ് ആയിട്ട് ഉള്ള ഇൻറ്റീരിയർ ഡിസൈനേഴ്സ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ എന്താണോ ബിസിനസ് അത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ChatGPT കൂടുതൽ ഡാറ്റാസ് ഫെച്ച് ചെയ്ത് എപ്പോഴും എടുക്കണത് ഇതുപോലെയുള്ള ഗൂഗിൾ മൈ ബിസിനസ് അതുപോലെ ലിസ്റ്റിംഗ് സൈറ്റ്സിൽ നിന്നാണ് അവർ കൂടുതൽ, അതായത് ലൊക്കേഷൻസും അതുപോലെ നമ്മുടെ നാപ്പ് കൺസിസ്റ്റൻസി അനുസരിച്ച് അവരുടെ ആ ഒരു അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു ലിസ്റ്റിംഗ് സൈറ്റ്സിൽ നിന്നായിരിക്കും അവർ കൂടുതൽ ഡാറ്റാസ് ഫെച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഗൂഗിൾ മൈ ബിസിനസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ലോക്കലി ഉള്ള നിയർ ബൈ കസ്റ്റമേഴ്സിനും അത് ആക്സസ് ആണ്. അതുപോലെയുള്ള അല്ലാത്ത ലാർജ് സ്കെയിൽ ബിസിനസ്സിനാണെങ്കിൽ ChatGPT പോലുള്ള പ്ലാറ്റ്ഫോംസിൽ നിന്നും അവർക്ക് യൂസേഴ്സിന് കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ഇപ്പോൾ ഇവൻ നമുക്കിപ്പോൾ ഒരു ചെറിയ ചെറിയ ബിസിനസ്സസിന് വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഈ ഗൂഗിൾ മൈ ബിസിനസ് പോലെയുള്ള ലോക്കൽ ലിസ്റ്റിംഗ് സൈറ്റ്സിലെങ്കിലും മിനിമം നമ്മൾ മെൻഷൻ ചെയ്തിടുന്നത് ഏറ്റവും ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ഉള്ളത് അല്ലെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഗൂഗിൾ മൈ ബിസിനസ്സിൽ മെയിൻ റാങ്കിങ് ഫാക്ടർ റിവ്യൂസ് ആണെന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഒരു അഭിപ്രായം, ഇസാനയുടെ അഭിപ്രായം എന്താണ്? അതായത് പ്രീവിയസ്ലി ഗൂഗിൾ എപ്പോഴും എടുത്തുകൊണ്ടിരുന്നത് കുറേ ഡമ്മി കണ്ടന്റ്സ് അല്ലെങ്കിൽ ഡമ്മി ആയിട്ടുള്ള, പക്ഷെ ഇപ്പോൾ ഗൂഗിളിൻ്റെ അൽഗോരിതം അനുസരിച്ചിട്ട് ഗൂഗിളിന് എപ്പോഴും സ്പാം കണ്ടന്റ് അനലൈസ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് ഇപ്പോൾ. അപ്പോൾ അതനുസരിച്ചിട്ട് എപ്പോഴും ഇപ്പോൾ ഒരു റിവ്യൂ എന്ന് പറയുമ്പോൾ ഒരു ജെനുവിൻ ആയിട്ടുള്ളൊരു കസ്റ്റമർ അവർക്ക് ആ ബിസിനസ്സിൽ തോന്നിയ ജെനുവിൻ ആയിട്ടുള്ള ഒപ്പീനിയൻ അവിടെ അവർ പറയുവാണ്. അത് ഗൂഗിൾ നോക്കിയിട്ട് വേറൊരാൾ വന്ന് ആ ബിസിനസ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ അവർക്ക് ഇന്നൊരു സർവീസ് വേണമെന്ന് പറയുമ്പോൾ നമ്മുടെ ബിസിനസ് അവിടെ കാണിക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ട്രസ്റ്റ് വേണം. ആ ഒരു ട്രസ്റ്റ് നമുക്ക് റിവ്യൂസ് ചെയ്യുന്ന മാക്സിമം കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ കാണിക്കുന്ന ഒരു മണ്ടത്തരമാണ് ഇപ്പോൾ നമുക്ക് റിവ്യൂസ് വേണമെന്ന് പറയുമ്പോൾ കുറേ ഡമ്മി റിവ്യൂസ് അല്ലെങ്കിൽ ഇപ്പോൾ സെയിം ബിസിനസ്സുകാർ തന്നെ അവരുടെ കമ്പനിയിൽ നിന്നുള്ള ആൾക്കാർ ത്രൂ തന്നെ ഒരുപാട് റിവ്യൂസ് അവരതിൽ പുട്ട് ചെയ്യും. പക്ഷേ അത് ആക്ച്വലി ഭയങ്കര മണ്ടത്തരമാണ് അവിടെ കാണിക്കുന്നത്. കാരണം സ്പാം കണ്ടന്റ് അല്ലെങ്കിൽ അതിന് ഗൂഗിളിന് IP ത്രൂ അല്ലെങ്കിൽ ലൊക്കേഷൻ ത്രൂ അനലൈസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അത് വെച്ചിട്ട് ഗൂഗിൾ അത് അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ പെനാൽറ്റി വരാനും നമ്മുടെ എൻറ്റയർ ഗൂഗിൾ മൈ ബിസിനസ് അവിടെ ഇഷ്യൂ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം മാക്സിമം നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ നിന്ന് ജെന്യുവൻ റിവ്യൂസ് വാങ്ങിയിട്ട് അത് പുഷ് ചെയ്യണം എപ്പോഴും നല്ലതാണ്. നമ്മുടെ ബിസിനസ്സിൻ്റെ ട്രസ്റ്റ് വർദ്ധിക്കും. അതുപോലെ തന്നെ ഗൂഗിൾ നമ്മുടെ ബിസിനസ്സിനെ കുറച്ചും കൂടി റാങ്കിങ് എബവ് ആക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം അറ്റ് സെയിം ടൈം ജെന്യുവിൻ റിവ്യൂസിനാണ് വാല്യൂ ഉള്ളൂ, അല്ലാണ്ട് നമ്പർ ഓഫ് റിവ്യൂസിനല്ല അവിടെ വാല്യൂ ഉള്ളത്. നേരത്തെ നമ്മൾ ക്ലയൻസിൻ്റെ നിന്ന് ഇൻഫർമേഷൻസ് ഒരുപാട് കളക്ട് ചെയ്യത്തില്ലായിരുന്നു. ഇപ്പം നമ്മുടെ ഈ മോഡേൺ SEO വന്നതിന് ശേഷം നമ്മൾ ഒരുപാട് ഇൻഫർമേഷൻസ് ക്ലയൻറ്റിൻ്റെ നിന്ന് കളക്ട് ചെയ്യുന്നു. ഇപ്പോൾ അവരുടെ ഇമേജസ് ആണെങ്കിലും അവരുടെ പ്രൈവസി പോളിസി അങ്ങനത്തെ കുറേ ഡീറ്റെയിൽസ് നമ്മൾ മേടിക്കുന്നുണ്ട്. അപ്പം അതിന് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടോ? ആക്ച്വലി ഇത് ഞാൻ പ്രീവിയസ്ലി പറഞ്ഞായിരുന്നു. അതായത് നമ്മൾ എപ്പോഴും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാര്യമാണ് ട്രസ്റ്റ് എന്നുള്ളത്. ഒരു 2-3 ഇയേഴ്സ് മുന്നേ നമ്മൾ കൂടുതൽ കൺസിഡർ ചെയ്തിരുന്നത് കുറേ കീവേഡ് സ്റ്റഫിങ് അതുപോലെ തന്നെ ഡമ്മി കണ്ടൻസിനായിരുന്നു. പക്ഷേ ഇപ്പോൾ കറണ്ട് സെനാരിയോയിൽ നമ്മൾ നോക്കുമ്പോൾ ഗൂഗിളിന് വേണ്ടത് ഏറ്റവും ട്രസ്റ്റ് കൂടുതലുള്ള കാര്യമാണ്. ഇപ്പോൾ നമ്മൾ കറൻ്റ്ലി SEOയിൽ വന്നിരിക്കുന്ന ഒരു ട്രെൻഡ് ആയിരിക്കും EEAT എന്ന് പറഞ്ഞിട്ട്, അതായത് എക്സ്പെർട്ടൈസ് എക്സ്പീരിയൻസ് അതോറിറ്റിനെസ് ട്രസ്റ്റ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം ആയിട്ട് നമ്മൾ പറയുന്നത്. അതിൽ ആക്ച്വലി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആക്ച്വലി വെബ്സൈറ്റിൽ കൊടുക്കുന്ന കാര്യങ്ങൾ എപ്പോഴും ജെന്യുവിൻ ആയിരിക്കണം. അതായത് നമ്മളിപ്പോൾ ഒരാൾ ഒരു കാര്യം അതിൽ കോണ്ടന്റ് ചെയ്യുവാണെങ്കിൽ അത് എപ്പോഴും അവരുടെ
ഓൺ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പേഴ്സണലി അവർ എക്സ്പീരിയൻസ് ചെയ്ത കാര്യം, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഒരു ബിസിനസ്സിന് ഇൻഫോർമേഷൻ കൊടുക്കുന്ന സമയത്താണെങ്കിൽ ജെന്യുവിൻ ആയിട്ടുള്ള ഇൻഫോർമേഷൻ എപ്പോഴും നമ്മൾ കൊടുക്കാനായിട്ട് നോക്കണം. അതായത് ഇപ്പോൾ ഒരു ബിസിനസ് നമുക്ക് 25 years ഓഫ് എക്സ്പീരിയൻസ് ഉണ്ടാകും, പക്ഷെ നമ്മൾ പ്രീവിയസ്ലി നമ്മൾ SEO ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ കൊടുക്കുക നമുക്ക് ജസ്റ്റ് നമ്മൾ അതൊന്നും മെൻഷൻ ചെയ്യില്ല. പക്ഷെ നമ്മൾ എപ്പോഴും വെബ്സൈറ്റിൽ കൊടുക്കുമ്പോൾ നമ്മൾ എത്ര ഇയേഴ്സ് ആയിട്ട് നമ്മൾ ഈ ബിസിനസ്സിൽ നിൽക്കുന്നതാണ്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ജെന്യുവിനായിട്ട് നമുക്ക് ഫോട്ടോസ് ഉണ്ടെങ്കിൽ, അതുപോലെ സർട്ടിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൽ മെൻഷൻ ചെയ്യാൻ നോക്കണം. കാരണം പണ്ടത്തേന്ന് ഒരുപാട് മാറി. SEOയിൽ തന്നെ കീവേഡ് സ്റ്റഫിംഗ് എന്നുള്ള എൻ്റയർ പ്രോസസ്സ് മാറിയിട്ട് ഇപ്പോൾ കോണ്ടന്റ് ഒപ്റ്റിമൈസേഷനിൽ തന്നെ ഈ EAT വന്നത് മൂലം ട്രസ്റ്റിനും റെലവൻസിനും ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ അതനുസരിച്ചിട്ട് ചേഞ്ച് ആവണ അനുസരിച്ച് ഇതിലൊക്കെ എൻ്റയർ ഒരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ മാക്സിമം ക്ലയൻറ്റിൻ്റെ അടുത്ത് നിന്ന് ആ ഒരു ബിസിനസ്സിൻ്റെ ജെന്യുവിൻ ഡാറ്റ വാങ്ങിയിട്ട് അതെപ്പോഴും വെബ്സൈറ്റിൽ പുഷ് ചെയ്യാനായിട്ട് നോക്കുന്നത്. അപ്പോൾ അതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് ഇന്നത്തെ ഒരു ഇതിലുള്ളത്. കാരണം എൻ്റയർലി ഒരു പണ്ടത്തെ ഒരു ഡമ്മി കണ്ടൻറ്റ് പുഷിങ് മാറി ഇപ്പോൾ ഫുള്ളി ജെന്യുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യണതിലേക്ക് SEO ഭയങ്കര രീതിക്ക് ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പം നമുക്കൊരു B2B ക്ലയൻറ്റ് വന്ന്, അപ്പം അവരൊരു കൺസേൺ ആയിട്ട് വന്ന് അവർക്കിപ്പം കോണ്ടന്റ് നമുക്കൊന്നും ചേഞ്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ രീതിയിൽ അവർ കൺസേൺ ആയിട്ട് വന്നു. അപ്പം നമുക്ക് അവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്ത് അവരുടെ റാങ്കിങ്സും ഓർഗാനിക് ട്രാഫിക്കും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും? അതായത് B2B ക്ലയൻസിൻ്റെ കേസ് പറയുവാണെങ്കിൽ ഇപ്പോൾ അവരുടെ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റേതായ ഒരു സ്പെഷ്യൽ ഫീച്ചർ അല്ലെങ്കിൽ അതിൻ്റേതായ അഡ്വാൻറ്റേജസ് ഒക്കെ ഒരുപാടുണ്ട്. അപ്പോൾ അവരതൊക്കെ മെൻഷൻ ചെയ്തിട്ടായിരിക്കും ഓൾറെഡി സൈറ്റ് വെൽ ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒരിക്കലും അത് ഒരുപാട് ക്ലയൻസ് പറയുന്ന ഒരു കൺസേൺ ആണ്. അവർക്ക് പേജസിൻ്റെ ഡിസൈനോ UI അതുപോലെ തന്നെ കോണ്ടൻസ് ഒന്നും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ കൂടുതൽ ഇന്റേണൽ ലിങ്കിങ് അതുപോലെ തന്നെ ബാക്ക് ലിങ്കിങ് കൂടുതൽ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ടെക്നിക്കലി ഇമ്പ്രൂവ്മെൻറ്റ് നല്ല രീതിക്ക് വരുത്തണം. കാരണം ടെക്നിക്കൽ ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. കാരണം സൈറ്റിൻ്റെ സ്പീഡിൻ്റെ കേസ്, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് സൈറ്റ് മാപ്പ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മാക്സിമം ഇമ്പ്രൂവ് ചെയ്ത് ഇന്റേണൽ ലിങ്കിങ് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ മാക്സിമം സൈറ്റ്സിലേക്ക് ആ ഒരു സോഫ്റ്റ്വെയർ റിലേറ്റഡ് ബ്ലോഗ്സ് പുഷ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഈ സോഫ്റ്റ്വെയർ SaaS പ്രോഡക്ട്സ് ആണെങ്കിൽ അവർക്ക് ലിസ്റ്റ് ചെയ്യാൻ തന്നെ ഒരുപാട് തേർഡ് പാർട്ടി സൈറ്റ്സ് ഉണ്ടാവും, ഇപ്പം സോഫ്റ്റ്വെയർ ലിസ്റ്റിംഗ് സൈറ്റ്സ് ഉണ്ടാവും. അതിലൊക്കെ നമ്മൾ മാക്സിമം അവരുടെ ബ്രാൻഡ് മെൻഷൻ കൊടുക്കുക, സോഫ്റ്റ്വെയർ ലിസ്റ്റ് ചെയ്യുക. അതൊക്കെയാണ് നമ്മൾ മാക്സിമം B2B പ്രോഡക്ട്സിന് ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ. വീഡിയോസിലാണെങ്കിലും എല്ലാവരും പറയുകയാണെങ്കിലും അവരാണെങ്കിൽ കീവേഡ് മാറി ഇപ്പം ഇൻറ്റൻ്റ് ആയി അങ്ങനെ രീതിയിൽ ഇപ്പം പറയുന്നുണ്ട്. അപ്പം കീവേഡിന് ഇപ്പോഴും ഇമ്പോർട്ടൻസ് ഉണ്ടോ റാങ്കിങ്ങിൽ? ആക്ച്വലി കീവേഡിന് ഇമ്പോർട്ടൻസ് ഇപ്പോഴും കുറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ പ്രീവിയസ്ലി നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ പണ്ട് കണ്ടുകൊണ്ടിരുന്നത് കുറേ സെയിം കീവേഡ് തന്നെ സ്റ്റഫ് ചെയ്തിട്ടുള്ള കോണ്ടൻസ് ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. ആ ടൈമിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് റാങ്കിങ് ഇമ്പ്രൂവ് ആവുമായിരുന്നു, അതുപോലെ ഓർഗാനിക് ട്രാഫിക് ഇഷ്ടംപോലെ വരുമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ ഇൻറ്റൻറ്റ് ഫോക്കസ് ചെയ്തിട്ടാണ് കീവേഡ് എടുക്കുക. ഇപ്പം നമുക്ക് ഒരു കീവേഡ് എടുക്കുന്ന സ്ട്രാറ്റജിയിലുള്ള ഡിഫറൻസ് ആണ്. നമുക്കൊരു പ്രൈമറി കീവേഡ് നമ്മുടെ ബിസിനസ് റിലേറ്റഡ് ആയിട്ട് സെറ്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് സെമാൻറ്റിക് കീവേഡ്സ് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതനുസരിച്ചിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യണത്. അതുപോലെ തന്നെ ആ ഒരു കീവേഡിൻ്റെ ഇൻറ്റൻറ്റ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരിക്കലും കീവേഡ് ഇല്ലാണ്ട് SEO വർക്ക് ആവില്ല. ആക്ച്വലി കീവേഡ് സ്റ്റഫിംഗ് എന്നുള്ള ഒരു ടൈമേ മാറിയിട്ടുള്ളൂ. അല്ലാണ്ട് കീവേഡ് ഇല്ലാണ്ട് കീവേഡിൻ്റെ ഇമ്പോർട്ടൻസ് കുറയുകയോ അല്ലെങ്കിൽ കീവേഡ് ഇല്ലാണ്ടാവുകയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതുവരെ അങ്ങനെയില്ല. കാരണം SEO വർക്ക് ചെയ്യണത് തന്നെ കീവേഡ്. കാരണം നമ്മുടെ കീവേഡ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു യൂസർ വന്നിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യണ ക്വറി ആണ്. അപ്പോൾ ആ ഒരു ക്വറി ഇല്ലാണ്ട് ഇപ്പം നമ്മളാണെങ്കിലും ഗൂഗിളിൽ ചെന്നിട്ട് സെർച്ച് ചെയ്യണത് ആ ഒരു ക്വറി വെച്ചിട്ട് തന്നെയാണ്. അല്ലെങ്കിൽ എന്താണ് ഏതാണ്, അല്ലെങ്കിൽ അതിന് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമുക്കൊരു ക്വറി ഉണ്ട്. അതാണ് കീവേഡിന് നമ്മൾ ആക്ച്വലി ഉദ്ദേശിക്കുന്നത്. അതൊരിക്കലും കീവേഡ് ഇല്ലാണ്ട് നമുക്ക് വെബ്സൈറ്റിലോ എവിടെയും SEO ചെയ്തിട്ട് കാര്യമില്ല. പക്ഷെ നമുക്ക് ആ ഒരു മെയിൻ കീവേഡ് സ്റ്റഫിങ് മാറിയിട്ട് ഒരുപാട് റിലേറ്റഡ് കീവേഡ് വെച്ചിട്ടുള്ള SEO ആണ് ഇപ്പോഴത്തെ കറൻ്റ്ലി വർക്കിംഗ് ആയിട്ടുള്ളത്.